ചേച്ചി ഒരു ഹായ് പറഞ്ഞേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ ജിമ്മിൽ നിന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ജിമ്മിൻ്റെ ടൈമൊക്കെ മാറ്റി നമ്മൾ ചേച്ചിയ 7 മണിയാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ മാറ്റി ചേച്ചി തന്നെ മാറിക്കണ്. ഇപ്പം നമ്മളെ ട്രെയിനറല്ല കേട്ടോ, ട്രെയിനറിനൊക്കെ ഇറങ്ങിപ്പോയി. എൻ്റെ ട്രെയിനർ അപ്പോഴും ഞങ്ങൾ രണ്ടാളും കൂടെ കളിക്കണം. അപ്പോൾ ഇപ്പോൾ ടൈം രാവിലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ല വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒരു നോമ്പുതുറ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ചേച്ചിക്ക് നീ പറയണ്ട, ചേച്ചി കുറച്ചുള്ളൂ. ഇന്ന് ഫുള്ള് ഫുഡ്, ഇന്നൊരു ചീറ്റിംഗ് ഡേ ആണ്. ജിമ്മിൽ നിന്ന് ഒരു ഇൻട്രോ എടുത്തതിൻ്റെ ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഷോപ്പിൽ പോകാണ്ടായിരുന്നു. പിന്നെ മോളെ സ്കൂളിൽ കൊണ്ടാക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ വിട്ടുപോയിട്ടോ. അപ്പം ഇന്ന് നമുക്കൊരു നോമ്പുതുറയുണ്ട്, ബീച്ചിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ഓരോരുത്തരും ഓരോ സ്നാക്സ് ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ആക്കിയിരിക്കുകയാണ്. പിന്നെ സ്നാക്സ്, ഫ്രൂട്ട്സ്, ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ വീട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാൻ കേട്ടോ. എൻ്റെ വക കസ്റ്റാർഡാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം അതിനുള്ള ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ കിച്ചണിൽ ബാബിയും താത്തിയൊക്കെ സ്നാക്സിൻ്റെ പരിപാടികൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആപ്പിള്, അനാറ്, മാംഗോ, പിന്നെ മുന്തിരി ഉണ്ട്, പഴം, പിന്നെ കുറച്ച് ചെറീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അവരവിടെ സ്നാക്സിൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് 2 ഐറ്റം സ്നാക്സാണ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. ചട്ടിപ്പത്തിരിയും പോക്കറ്റ് ഷവർമയും. അപ്പോൾ അതിൻ്റെ പണികൾ അവരോട് നോക്കുന്നുണ്ട്. ഞാനിതാ കസ്റ്റാർഡിനുള്ള ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. പിന്നെ പാല് തിളപ്പിച്ച് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കുമല്ലോ, അത് ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് തണുത്തോട്ടെ വിചാരിച്ചിട്ട്. ഫ്രൂട്ട്സ് തലേന്ന് തന്നെ ഇട്ട് വെച്ചാൽ കസ്റ്റാർഡ് ഇങ്ങനെ ഒരു വെള്ളം എടുത്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പരിപാടി ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കുറച്ച് മെനക്കെട്ട പണിയാണ്, കാരണം ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് സേമി, പിന്നെ ചെറി ഇതൊക്കെ കട്ട് ചെയ്തിടാണ്ട്, പിന്നെ നട്ട്സ് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ, ചെറിയ പീസാക്കിയിട്ട്. അപ്പം അതൊക്കെ ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. അത് ഇത്ര ഫ്രൂട്ട്സ് കട്ട് ചെയ്തിക്കാണ്ട് ഒന്ന് ഷുഗറിലിട്ട് വെച്ചിരിക്കുകയാണ്. മാങ്ങക്കൊക്കെ നല്ല പുളിപ്പാണ്. അപ്പം പുളിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, ഒന്ന് മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് ഷുഗറിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ചട്ടിപ്പത്തിരിൻ്റെ മസാല താത്തവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ബാബി ഇതാ പോക്കറ്റ് ഷവർമയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പം അതൊക്കെ അവർ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. സേമിയ ഷുഗറൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടത്. കട്ലറ്റ് അല്ല, ബ്രെഡ് പൊരിക്കണം. ഓരോരുത്തരും തിരക്കിട്ട പണിയിലാണ്. എനിക്ക് കുറച്ച് വേറെ പണികളുണ്ട്. ആ ഫാൻഡോട്ട് ചെയ്തോളിന്നോ, എന്നാ ചൂടാറില്ല. ഗായ്സ്, എന്തൊക്കെയോ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, നോമ്പറക്കാൻ പോണ വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കണം. പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ. ആ നേരത്തെ കുറച്ച് എടുത്ത ആ വീഡിയോ മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് ടൈം ഉണ്ടെങ്കിൽ കാണിച്ചത്. ഇപ്പം തന്നെ 6:15 ആയിക്കണം. 6:30 ബാങ്ക് കൊടുക്കുമല്ലോ. അവിടെ എത്തിയാൽ മതി. ഇന്ന് ബാങ്ക് കൊടുക്കണതിൻ്റെ മുന്നേ വേറെ വേണ്ട ഒരു തിരക്കായിന്ന്. ഓ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫുഡും കൂടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്താവൂലേ. എല്ലാവരും ബിസി ആയി പോയിട്ടാ. ടൈം ചെടപ്പെടേന്ന് പറഞ്ഞിട്ടാ ടൈം പോയത്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ബീച്ചിലെത്തി കാണിച്ചു തരാം കേട്ടോ. ബസ്സാ ശനിയാഴ്ച അല്ലേ? നിങ്ങൾ മാത്രം കാരണമാണ് ഞങ്ങൾ ഇന്നാക്കിയത്. നമ്മൾ ശനിയാഴ്ച വെക്കാൻ വിചാരിച്ചു.
രവി നമ്മളെവിടെ പോണേ? ഹായ്. നമ്മളെവിടുക്കാ പോണേ? പോണതാ നമ്മളെപ്പോഴാ പോണത്? സമയം കാണിച്ചു കൊടുത്ത 6:32 6:35 വാങ്ങി കൊടുക്കും. രവി നോക്ക. ആദ്യമായിട്ടാണ് കേട്ടോ ബീച്ചിൽ നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോണത്. ബീച്ചിലെത്തിയപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം വൈകിട്ടോ. 6:20 ആവാനായിട്ടുണ്ട് വീട്ടിൽ നിന്ന് വണ്ടി കയറിയപ്പോൾ. പിന്നെ ഇത് നമ്മൾ അടുത്ത് തന്നെയാണ് ഈ ബീച്ച് വരുന്നത്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഒന്ന് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തി ഞങ്ങൾ എല്ലാവരും ഇല്ല കേട്ടോ. അപ്പം എൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഒന്നും ഇല്ല നോമ്പറക്കാൻ. ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ബീച്ചിലത്തെ ഒരു നോമ്പ് തുറ. അപ്പോൾ ഞങ്ങളും പിന്നെ ചെറിയ മുത്താപ്പാൻ്റെ മോളും മരുമക്കളും അവരെ കുട്ടികളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു നോമ്പ് തുറ ചെയ്യുന്നു കേട്ടോ. അല്ലാ ഷർട്ട് വേഗം വെള്ളം കൊണ്ട് കഴിക്കൂടി. ഞങ്ങള് വെള്ളം ഒഴിച്ച് നീട്ടിയത് തയ്യൂലാച്ചിട്ട് ഇറങ്ങിക്കൂടി എല്ലാരും. കാക്ക വണ്ടിയിൽ നിന്ന് ജ്യൂസിൻ്റെ ബോട്ടിൽ എടുക്കാൻ നോക്കിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ അടപ്പ് പിടിച്ചിട്ട് പൊന്തിക്കാൻ നോക്കിയതായിരുന്നു. ജ്യൂസ് അങ്ങനെ കാക്കാൻ്റെ ഷർട്ടിൽ കൂടെ ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. അതാണ് കേട്ടോ ഞങ്ങൾ പറയണത്. വാട്ടർമെലൺ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതങ്ങനെ പകുതിയോളം പോയിട്ടോ. ബീച്ചിലെത്തിയ പാടനെ എല്ലതും സെറ്റാക്കി വെക്കണം കേട്ടോ. ഓൾറെഡി ബാങ്ക് കൊടുത്തേക്കണല്ലോ. അപ്പം ബാബിയും താത്താൻ്റെ മോളും എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ ഫുഡും എല്ലതും സെറ്റാക്കി വെക്കണ്. ഫുഡ് ഇപ്പോൾ എടുക്കണില്ല കേട്ടോ. ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചു. സ്നാക്സ്, ഫ്രൂട്ട്സ്, ജ്യൂസ്, വെള്ളം ഇതൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെക്കണ്. നോമ്പുതോറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയാൽ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നോമ്പുതോറ കഴിഞ്ഞ പാടന്നെ അങ്ങോട്ട് പോകുന്നില്ല. കുറച്ച് നേരം ബീച്ചിൽ കുട്ടികൾക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുന്നത്. പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ ഉപ്പിലിട്ട ആൾ ഈ കട തുറന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉപ്പിലിട്ട വാങ്ങി പിന്നെ പൈനാപ്പിൾ ഇഷ്ടമുള്ളവർ പൈനാപ്പിളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതാ ഉണ്ണിയാൽ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഉണ്ണിയാൽ ബീച്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ. കാക്ക പെട്ടെന്ന് ചോദിച്ചതാണ് ഫുഡ് കഴിക്കാൻ വേറെ ബീച്ചിൽ. ആദ്യം പടിഞ്ഞാറക്കര അഴിമുഖം ഉണ്ടല്ലോ അവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചേ. പിന്നെ അവിടുത്തെ ആ പാർക്കിലേക്ക് പോയി കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പിന്നെ അവിടെ 7:00 ആകുമ്പോഴേക്കും ഗേറ്റ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പം പിന്നെ ഞങ്ങൾ ഉണ്ണിയാൽ ബീച്ചിലേക്ക് മാറ്റിയതാണ്. പിന്നെ കുറച്ച് നേരം കൂടെ വണ്ടിയിൽ ഇരിക്കാമല്ലോ. അപ്പോൾ അതാ പിള്ളേർ ആ ഒരു നേരം കൊണ്ട് പാട്ട് പാടിയിട്ടും
അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്യണം കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. കുട്ടിനെ പ്രോത്സാഹിപ്പിക്കണോ? സൗണ്ട് കൂടി മോനെ ആ അടി മടക്കി പിടിക്കട ഈ കറുപ്പ് വയറിന്റെ അവിടെ. ഹലോ പറഞ്ഞു. അറിയിക്കുന്നു. ഞങ്ങളെ കളിച്ചിരി നിറവുകൾ കണിമലരിതളുകൾ വിടരുവതരുമയില ചെഞ്ചുണ്ടിൽ ചെഞ്ചുണ്ടിൽ താരേ ചെഞ്ചുണ്ടിൽ 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 താരേ വാതിലിൽ വാതിലിൽ കാതോർത്ത് നീലേ പാതിയിൽ പാടാത്തൊരാത്തേ നൂറിടും. ഇവിടെ എല്ലാവരും പാട്ടിനെ തല്ലാണ്. ഇത് മടക്കണം മോനത് മടക്കി കൊടുത്താടാ. ആരാവി പാടുന്ന എല്ലാവരും ഉണ്ടല്ലോ. ഫസ്റ്റ് പാടും ആരാവി പാട് 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 പൊന്നു പാട്.
കുട്ടിയല്ല മോനെ പാടി വരിക അപ്പൊ മൈക്ക് ശരിയാവില്ല. ഐറന്റെ കഴിഞ്ഞ അടുത്തതാരാ? നിങ്ങൾ കണ്ണനായി വന്നവനെ മാറിപ്പോകും കൊണ്ടിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവത്തെ എല്ലാരും നല്ല ഇവനെ തൊഴുവാനായി അലന്റെ കത്തുപാട്ട് പാടിക്കൂടി സെൽവാക്കില്ലാതെ തൊണ്ടയ്ക്കുള്ളാലെ നിന്നെ കണ്ടാലേ തള്ളാലെ പാക്ക് തേർന്ന് നീ അകലെ അകലെ ചരട് മുറിഞ്ഞ പട്ടം ഞാൻ ചുവട് കറങ്ങി വരുന്ന കഥസ്വരം ഞാൻ കാണാതെ വയ്യുന്ന കൊതിച്ച് മൂടുന്നതിഷ്ടം ഞാൻ ജനിച്ചേ മരിച്ചേ പലവട്ടം പൊളിഞ്ചിക്കാൻ പൊളിഞ്ചിക്കാൻ പൊളിഞ്ചി പൊളിഞ്ചി പൊളിഞ്ചിക്കാൻ പൊളിഞ്ചിക്കാൻ കറങ്ങി നിൽക്കണേ. ഉപ്പാനും നേരുന്ന മട്ടിൽ നാളുകൾ നീക്കും കാണാൻ കൽബുകൾ പണവും പൊന്നും അയച്ചില്ലേലും വരുന്ന മാസം വരണേ പൊരിഞ്ഞുരുകി മരിക്കും മുമ്പിൽ കവിളിൽ മുത്തം തരണേ അറബ് നാട്ടിൽ അകലെയാൻ തനിക്കും ബാപ്പറിയാൻ അകമുരുകി കുളിക്കും മകൾക്കൊരുപാടുണ്ട് പറയാൻ കുരുന്നു മകൾ കരഞ്ഞു കണ്ണീറുതിർത്തും കൊണ്ടാണുറക്കം കനവിലുപ്പ വിളിക്കുന്നതും നനച്ചു കൊണ്ടൻ മയക്കം
ആ ചോറിന് കഴിഞ്ഞ് പോകാതെ നോക്കിയാ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും പല സ്ഥലമാക്കിയിട്ടുണ്ടോ കൊറേ കിട്ടില്ല ചോറ് പാടില്ലേ കളിക്കണം. പടിഞ്ഞാറക്കര ബീച്ചിൽ നിന്ന് ഞങ്ങള് ഉണ്ണിയാല് ബീച്ചിലെത്തിക്കാം കേട്ടോ. ഇവിടുന്ന് ഫുഡ് കഴിക്കാം. പായേറ്റ് വരും എല്ലാരും. വെള്ളപ്പൊക്കക്കാരൊക്കെ വരും. ഞങ്ങളീ കൂട്ടത്തില്ലേ. ഐഡാബി അതാ വെള്ളം വാങ്ങി. താഴെ ഇങ്ങനെ ഇടുന്നു അപ്പൊ ആ ലൈറ്റും കൂടെ കാണുന്ന രീതിയിൽ ലൈറ്റ് അപ്പൊ ടിങ്കിൾ ടിങ്കിൾ പാടിക്ക്. വണ്ടിയിൽ നിന്നുള്ള പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞ് ഉണ്ണിയാല് ബീച്ചിലെത്തിയപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ ആയിരിക്കും. ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ടുള്ള ഈ ഒരു യാത്രയൊക്കെ കുറവാണ് കേട്ടോ, ഭയങ്കര കുറവാണ്. അങ്ങനെ ഇതുപോലൊന്നും എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് എവിടേക്കും അങ്ങനെ പോക്കൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വൈബൊക്കെ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എവിടെയും അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി തോന്നണില്ല. പിന്നെ കുറേ കോപ്പിറൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ ആയിരിക്കും കേട്ടോ. ഫുഡ് ഞങ്ങൾ മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗൈസ്, ചോറുന്നാണ് ഞങ്ങൾ ഉണ്ണിയാല് ബീച്ചിലേക്ക് വന്ന കേട്ടോ. നോമ്പ് തുറന്നത് പടിഞ്ഞാറക്കര ബീച്ചിൽ ഉണ്ണിയാൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കില്ല ഗൈസ്. വെരി ഗുഡ്. ഒന്നും കൂടെ കൊടുത്താന് അറാബി, ഒന്നും കൂടെ കൊടുത്താ ഫുഡ്. ചോച്ചിന് ഫുഡ് കൊടുത്താ. ഇവിടുന്ന് ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ ഇവിടെ നിന്നിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോഴേക്കും ഉക്കാക്കൊക്കെ വണ്ടിയിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉക്കാക്കൊന്നും ഫോട്ടോ എടുക്കാൻ കിട്ടിയിട്ടില്ല. ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളിതാ ബീച്ചിൽ നിന്ന് മടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും ടയേർഡായിന്ന് വരുമ്പോൾ, എന്നാലും നല്ല അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ താത്താൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെയാണ് വണ്ടി ഇറങ്ങിയത്. നീ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം, അവരാരും വരേക്കുള്ളത് അങ്ങനെ എടുക്കാണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിറങ്ങിയതാണ്. പിള്ളേരൊക്കെ ഇതാകെ കുഴങ്ങിയിരിക്കുന്നു ബീച്ചിൽ കളിച്ചിട്ടൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.